പ്രിയ സുഹൃത്തുക്കളെ, അക്യുപങ്ചർ ചികിത്സാ രീതിയുടെ മറവിൽ കേരളത്തിൽ വളരെ വ്യാപകമായി നടന്നുവരുന്ന നിരവധി തട്ടിപ്പുകളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടല്ലോ. അവയിൽ പലതും നിങ്ങൾക്ക് എന്റെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കിലും ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. അക്യുപങ്ചർ എന്ന ചികിത്സാ രീതിയെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്ര അവബോധം ഇനിയും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ധാരാളം തട്ടിപ്പുകാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ ഇതിൽ പല തട്ടിപ്പുകൾ അക്യുപ്രഷർ എന്ന പേരിൽ ഒരു രീതി അതിലൊന്നാണ്. മറ്റൊന്ന് സുജോക്ക് എന്നു പേരുള്ള ഉള്ളംകൈ, പുറംകൈ, ഉള്ളംകാൽ, പുറംകാൽ ഇവിടങ്ങളിൽ ചെറിയ സൂചികൾ കുത്തിയോ ചില വിത്തുകളോ കുരുക്കളോ ഒക്കെ ഒട്ടിച്ചോ നടത്തുന്ന ഒരു ചികിത്സ. മറ്റൊന്ന് ചില മലയോര മേഖലകളിൽ കണ്ടുവരുന്ന ഒരു ഞെക്കു ചികിത്സ ആണ്. നാഡി ചികിത്സ എന്നൊക്കെ അതിന് ചില ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്. മറ്റൊന്ന് മുദ്ര കാണിച്ചു കൊടുക്കലാണ്. അക്യുപങ്ചറുമായി വഴിയെ പോയ ബന്ധം പോലും ഈ മുദ്രകൾക്ക് ഇല്ല എന്നിരിക്കെ ഈ മുദ്ര കാണിച്ചുകൊണ്ട് തെക്കൻ ജില്ലകളിലെ, പ്രധാനമായും തെക്കൻ ജില്ലകളിലെ ആളുകളെ ഊപ്പടങ്കം ഒരു വിദ്വാൻ പറ്റിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. മറ്റൊന്ന് TCM എന്ന പേര് ഇട്ടുകൊണ്ട് ഒരു താത്ത അക്യുപങ്ചർ കച്ചവടം നടത്തുന്നു. TCM എന്ന് പറഞ്ഞാൽ ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ എന്നാണ് അർത്ഥം. അത് ചൈനക്കാരുടെ ഒരുപാട് ചികിത്സാ രീതികൾ ചേർന്നുള്ള മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ്. അതിലേറ്റവും മുഖ്യമായിട്ടുള്ളത് ചൈനക്കാരുടെ ഹെർബൽ ചികിത്സയാണ്, നമ്മുടെ ആയുർവേദം പോലെയാണ്. അപ്പോ ഇന്റേണൽ മെഡിസിൻ കൊടുക്കണമെങ്കിൽ ഇന്ത്യയിലെ നിയമപ്രകാരം ഇന്റേണൽ മെഡിസിനുള്ള ഏതെങ്കിലും കൗൺസിൽ രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള മെഡിക്കൽ യോഗ്യത ഉണ്ടായിരിക്കണം. അതിനുശേഷം മാത്രമേ ഇന്റേണൽ മെഡിസിനുകൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോ ട്രഡീഷണൽ ചൈനീസ് മെഡിസിന് ഇവിടെ അംഗീകൃത വിദ്യാഭ്യാസ സൗകര്യമോ രജിസ്ട്രേഷൻ സംവിധാനമോ ഏർപ്പെടുത്തിയിരിക്കുന്നില്ല എന്നിരിക്കെ TCM എന്ന പേര് വെച്ചുകൊണ്ട് അക്യുപങ്ചറിനെ മാത്രം ഉപയോഗിച്ച് നടത്തുന്ന ഒരു തട്ടിപ്പാണ് അത്. അക്യുപങ്ചറും അതുപോലുള്ള ചില രീതികളും ചേർത്ത് നടത്തുന്ന ഒരു ഉടായിപ്പ് രീതി ആണ് അത്. അപ്പൊ ഇങ്ങനെ ഈ കൂട്ടത്തിൽ ഈ ഏറ്റവും ഒടുവിലായി ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഓരോന്നും ലഭിക്കുന്ന വർക്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ചാനലിലും ഈ വീഡിയോകളിലൂടെ അപ്ലോഡ് ചെയ്തു വരികയാണ്. ഏറ്റവും ഒടുവിലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് കരിഞ്ജീരക ചികിത്സ. അക്യുപങ്ചർ എന്ന് പറയുന്ന ഒരു രീതി സൂചികൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒന്നാണ്. അതിന് ഒരു തരത്തിലുള്ള മരുന്നുകളും ഇല്ല. അങ്ങനെയിരിക്കെ കരിഞ്ജീരകവും അക്യുപങ്ചറിന്റെ ഭാഗം അല്ല. ഈ കരിഞ്ജീരകം എവിടെ നിന്നാണ് ഇതിനകത്ത് കയറി വന്നത് എന്ന് ദൈവം തമ്പുരാൻ പോലും അറിയാത്ത അവസ്ഥയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് ഇത് മുസ്ലിങ്ങൾ അവരുടെ മതത്തിന്റെ ഭാഗമായി ഈ കരിഞ്ജീരകം ഉപയോഗിച്ചുള്ള ചില പ്രയോഗങ്ങൾ നടത്തി വരാറുണ്ട് എന്നാണ്. ഇനി ആ നിലക്കാണോ ഇവർ ഇത് ഉപയോഗിച്ചു വരുന്നത് എന്നറിയില്ല. ഏതായാലും ചില പേഷ്യന്റുകൾ ഇത്തരം തരികിടക്കാരുടെ ചില സ്ഥാപനങ്ങളിൽ വെച്ച് കരിഞ്ജീരകവും തേനും ഉപയോഗിച്ചുള്ള ചികിത്സ സ്വീകരിച്ചു വരുന്നതായാണ്
അറിയുന്നത്. കുറച്ചു മുമ്പേ ഇതുപോലുള്ള ഒരു തരികിട പ്രസ്ഥാനക്കാർ ക്യാൻസർ വന്ന ഒരു സ്ത്രീയെ നോമ്പെടുപ്പിച്ചു ചികിത്സിച്ചതായി ചില ചാനലുകളിൽ കാണുകയുണ്ടായി. അങ്ങനെ അവർക്ക് നൽകിയിരുന്നത് പച്ചവെള്ളവും ഈത്തപ്പഴവും ആയിരുന്നു അത്രേ. അങ്ങനെ പച്ചവെള്ളവും ഈത്തപ്പഴവും കൊടുത്തുള്ള ചികിത്സയെ തുടർന്ന് ആ സ്ത്രീ മരണപ്പെടുകയും വലിയ വിവാദം ഉണ്ടായിത്തീരുകയും ചെയ്തു. അപ്പൊ ഈ തരികിട ചികിത്സക്കാരുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവർക്ക് യാതൊരു മെഡിക്കൽ പശ്ചാത്തലവും ഇല്ലാത്തതിനാൽ രോഗങ്ങളെ തിരിച്ചറിയുവാനോ ചികിത്സിക്കുവാനുള്ള ഒരു വൈദഗ്ധ്യവും ഉണ്ടായിരിക്കുകയില്ല. അതിന്റെ ഫലമായി തന്നെ മിക്കവാറും ആളുകൾ മരണപ്പെടുക അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്നതാണ് പലപ്പോഴും കണ്ടു വരുന്നത്. പണ്ടുകാലത്തെ പറയുന്നതാണ് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നത്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ ചികിത്സയ്ക്ക് ചെന്ന് സ്വന്തം ജീവിതത്തെ ബലി കൊടുക്കുന്നത്. അപ്പോ 1986 തമിഴ്നാട്ടിൽ വെച്ച് ഫസലുർ റഹ്മാൻ എന്ന പേരുള്ള ഒരു വിദ്വാൻ അയാൾ അക്യുപങ്ചർ ചികിത്സ പഠിക്കാൻ താല്പര്യപ്പെടുകയും ബുക്ക് വാങ്ങിക്കൊണ്ടെന്ന് വായിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ബുക്ക് വാങ്ങിക്കൊണ്ടെന്ന് പഠിക്കുന്നതിൽ വിജയിക്കാതെ അദ്ദേഹം അതിലുള്ള ചില പോയിന്റുകൾ എടുത്തുകൊണ്ട് സ്വന്തമായി ഒരു ചികിത്സ തല്ലിക്കൂട്ടി ഉണ്ടാക്കി. അതിനെ അദ്ദേഹം ഇന്ത്യൻ അക്യുപങ്ചർ എന്നോ അക്യുപങ്ചർ ഹീലിംഗ് എന്നോ ഒക്കെ പേരിടുകയും ആ തരികിട ചികിത്സ കാലാന്തരെ കേരളത്തിൽ എത്തിപ്പെടുകയും ചെയ്തു. ചില മുസ്ലിങ്ങളാണ് അത് കേരളത്തിൽ കൊണ്ടുവന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ സംഘടനകളിൽപ്പെട്ട മതസംഘടനകളിൽപ്പെട്ട ആളുകൾ ഇതിൽ ചെന്നു ചാടുകയും ക്രമേണ അത് കേരളത്തിൽ പടർന്നു പിടിക്കുകയും ചെയ്തു. ഇവരുടെ ഈ മതപ്രഭാഷണവും ഈ ചികിത്സാ പ്രഭാഷണവും ഒന്നിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പരതിയാൽ ലഭിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇവരുടെ ഈ പൊള്ളയായ പ്രഭാഷണങ്ങൾ കേട്ട് വിശ്വസിച്ച് വീട്ടിൽ വെച്ച് പ്രസവിക്കാൻ തയ്യാറായ നിരവധി സ്ത്രീകൾ ഉണ്ടാവുകയും അതിൽ ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് കടന്നുപോവുകയും ചെയ്തു. അതുകൂടാതെ വാക്സിനേഷനോ ശരിയായ സമയത്ത് ട്രീറ്റ്മെന്റോ ലഭിക്കാതെ നിരവധി കുട്ടികൾ മരണത്തിലേക്ക് പോയി. മരുന്നുകൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വിവിധ രോഗങ്ങൾക്ക് ദീർഘകാലമായി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇവരുടെ വാക്കു കേട്ട് മരുന്നുകൾ പെട്ടെന്ന് നിർത്തുന്നതിന്റെ ഫലമായി രോഗം മൂർച്ഛിച്ച് ICUവിൽ പ്രവേശിപ്പിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു. അപ്പൊ ഇത്തരം മരിക്കപ്പെട്ട അഥവാ കൊല്ലപ്പെട്ട ആളുകളിൽ ഞങ്ങളുടെ അകന്ന ഒരു ബന്ധുവും ഉൾപ്പെടുന്നു എന്നതാണ് രസം. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ഒരു ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ച ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഇദ്ദേഹം എന്ന കാര്യം ഞാൻ അറിയുന്നത്. ഏതായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ആയിത്തീരുകയും മരണത്തിലേക്ക് കടന്നുപോവുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയുണ്ടായതിന്റെ ഫലമായിട്ടാണ് അക്യുപങ്ചർ ചികിത്സാ രംഗത്തുള്ള ഇത്തരം ഉടായിപ്പുകളെ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ശക്തമായി ഞാൻ രംഗത്ത് വരാൻ വേണ്ടി ഇടയായത്. അപ്പൊ ഇവരുടെ ഈ തട്ടിപ്പ് ചികിത്സകൾ കാരണം ഇങ്ങനെ ഇടയ്ക്കിടെ ആളുകൾ മരിക്കുകയും ഈ മരിക്കുമ്പോഴൊക്കെയും ചാനൽ ചർച്ചകൾ നടക്കുകയും അവിടെയൊക്കെ അക്യുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാരീതി ഒരു വില്ലനായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അക്യുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാരീതി 5000 വർഷം മുമ്പേ ഉള്ളതാണ്. ഈ തമിഴ്നാടൻ തരികിട 1986 ശേഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഈ തമിഴ്നാടൻ തരികിട ചില മതവിശ്വാസികൾ അവരുടെ മതസംഘടന വഴി പ്രചരിപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് മതവിശ്വാസികൾ മതവിശ്വാസത്തിന്റെ ഭാഗമായാണ് അത് ചെയ്യുന്നത്. ഇത് കണ്ട് ചില ആളുകൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഇതിൽ ചെന്നു ചാടുന്നു. അവരും മരണത്തിലേക്ക് കടന്നുപോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 5000 വർഷം മുമ്പുള്ള ഈ ചികിത്സാ പദ്ധതി ചൈനീസ് അക്യുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതി
ഇന്ത്യയിലെ ഒരു അംഗീകൃത തെറാപ്പി രീതിയാണ്. അതുകൂടാതെ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ തരികിട ചികിത്സയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ല എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ ഇവരിങ്ങനെ ചികിത്സ നടത്തി ആളുകൾ മരിക്കുമ്പോൾ ഉടനെ പത്രക്കാർ വരുന്നു, ചാനലുകാർ വരുന്നു, പോലീസ് വരുന്നു. അപ്പോൾ ഇവർ അക്കുപഞ്ചറാണിത്, അക്കുപഞ്ചർ ചികിത്സക്ക് അംഗീകാരമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെയെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നു. കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇതാണ് നടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആളുകളുടെ ഉടായ്പ ചികിത്സകളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്കുപങ്ചറിൽ അങ്ങനെ ഒരു കരിഞ്ജീരക പ്രയോഗവും ഇല്ല. കരിഞ്ജീരകവും തേനും ഇതൊന്നും അക്കുപഞ്ചറിന്റെ ഭാഗമല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ. യഥാർത്ഥ അക്കുപഞ്ചർ എന്ന് പറയുന്നത് സൂചികൾ മാത്രം ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ്. അതിൻ്റെ അത് വേറെ ഒന്നും തന്നെയും ഇല്ല. അപ്പൊ അതിനോട് സപ്ലിമെന്റ് ആയിട്ടുള്ള ചില പ്രയോഗങ്ങൾ നടത്തി വരുന്ന രീതി TCMന്റെ ഭാഗമായിട്ട് ഉണ്ട്. എന്നാൽ അക്കുപഞ്ചർ എന്ന് പറയുന്നത് സൂചി പ്രയോഗം ആണ്. സൂചി തറപ്പിക്കാതെ നിങ്ങളുടെ മേത്ത് ചെയ്യുന്ന പ്രക്രിയകളെല്ലാം തന്നെ തട്ടിപ്പ് അഥവാ ഇത് അക്കുപഞ്ചർ എന്ന പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് തട്ടിപ്പ് ആണ്. അപ്പൊ ഈ സൂചി കുത്താതെയുള്ള വേറെ നിരവധി ചികിത്സാ രീതികൾ ഉണ്ട്. പക്ഷെ അതൊക്കെ വേറെ വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. അത് അക്കുപഞ്ചർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്താൽ അതെല്ലാം തട്ടിപ്പാണ്. ഞാൻ പണ്ടൊരിക്കൽ കപ്പിംഗ് അഥവാ ഹിജാമ എന്ന് പറയുന്ന ചികിത്സാ രീതി, അപ്പൊ അത് അക്കുപഞ്ചറിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞപ്പോൾ തെക്കൻ ജില്ലയിലുള്ള ഒരു ഇക്ക, അപ്പൊ അദ്ദേഹത്തെ കാണുമ്പോൾ മീശയില്ല, താടിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മൊട്ടത്തലയും ഒക്കെ ആയുള്ള ഒരു ഇക്ക വന്നിട്ട് എന്നെ ശക്തമായി തെറി പറഞ്ഞ ഒരു തമാശ കൂടി ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപിത താല്പര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയുന്നത് അവർക്കൊക്കെയും വലിയ പ്രതിഷേധം ഉണ്ടായിത്തീരാവുന്ന കാര്യം കൂടി ആണ്. അതൊക്കെ ഇരുന്നാൽ പോലും സത്യം സത്യമല്ലാതെ ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കരിഞ്ജീരക തെറാപ്പി, അതുപോലെ തന്നെ ഈത്തപ്പഴ ചികിത്സ, നോമ്പെടുക്കൽ ചികിത്സ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അക്കുപഞ്ചർ അല്ല. അക്കുപഞ്ചർ ഒരു മുസ്ലിം ചികിത്സയും മുക്രി ചികിത്സയും ഒന്നുമല്ല. ഇത് ചൈനക്കാരുടെ ചികിത്സാ രീതിയാണ്. അപ്പൊ അത് വളരെ വ്യക്തമായ രോഗനിർണയ സംവിധാനം, വളരെ വ്യക്തമായ മെഡിക്കൽ ഫിലോസഫി, വളരെ വ്യക്തമായ പ്രാക്ടിക്കൽ മെത്തഡോളജികൾ, ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു വിശദമായ രീതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഉടായ്പകളിൽ ചെന്നു ചാടാതിരിക്കാൻ വേണ്ടി ഓരോ മനുഷ്യനും ഓരോ മലയാളിയും ശ്രദ്ധിക്കുക. കാരണം മലയാളിയെയാണ് പറ്റിക്കാൻ വേണ്ടി എളുപ്പമെന്നാണ് എല്ലാ തരികിടക്കാരും പറയുന്നത്. താങ്ക് യു.